2026 +1കാരുടെയും +2കാരുടെയും പബ്ലിക് എക്സാം അടുത്തെത്തിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഡബിൾ ടാസ്ക് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കാര്യങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാം കൂടി എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമേ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് ഒരു പ്ലാൻ ഉണ്ടാവണം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട എന്നുള്ള ലെവലിൽ. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് ലെവലിലാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അതനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, സോ ഇപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് ഫുള്ളി അല്ല എങ്കിലും അത്യാവശ്യം കുറേയൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ളവരാണെങ്കിൽ ഇനി ചെയ്യാനുള്ള കാര്യം എല്ലാ വിഷയവും പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സിനും എല്ലാ വിഷയത്തിനും എന്ത് ചെയ്യുക, റിവിഷൻ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എല്ലാം റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, ഇനി അടുത്ത് ഒന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല, കുറച്ചൊക്കെ വല്ലതും എവിടെയെങ്കിലുമൊക്കെ അറിയാം, അങ്ങനെയൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഏറ്റവും സിവിൽ കാര്യങ്ങളൊന്നും പഠിക്കാൻ നമുക്കിനി പറ്റണമെന്നില്ല ഫുള്ളി എല്ലാ വിഷയത്തിലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒന്നും പഠിച്ചിട്ടില്ലാത്തവരുടെ അടുത്താണ് കേട്ടോ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പഠിക്കുക. അത് മാത്രമല്ല, ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിലും എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നിങ്ങൾ +2 തന്നെ മാക്സിമം ഫോക്കസ് കൊടുക്കുക. +1 പോർഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോയാൽ മതിയാവും. ഓക്കെ, പിന്നെ അടുത്ത് പ്രാക്ടീസ്. നമ്മൾ എത്രത്തോളം വായിച്ചു പഠിച്ചു എന്നുള്ളതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, നമുക്കത് എഴുതാൻ കൂടി പറ്റണം അല്ലേ. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ PYQs എടുത്തിട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ടോപ്പിക്സോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി നോക്കുക എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ വിഷയവും എല്ലാ ചാപ്റ്റേഴ്സിനും എല്ലാം എഴുതാൻ പറ്റണമെന്നുള്ള ഒരു കാര്യമൊന്നുമില്ല അല്ല, അത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതാണോ വീക്കായിട്ടുള്ള സബ്ജക്ട്സ്, ഏതാണോ ടഫായിട്ടുള്ളത്, ഇപ്പോൾ മോഡൽ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ ഏതായിരുന്നു എനിക്ക് ടഫ്, അല്ലെങ്കിൽ ഏതാണ് എനിക്ക് പ്രശ്നമുള്ള ഒരു വിഷയം ഏതാണ്. അങ്ങനത്തെ വിഷയങ്ങൾ ആ ഒരു സബ്ജക്ട്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എഴുതി നോക്കുക. ഓക്കെ, എങ്കിലും അതൊക്കെ സെറ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇംഗ്ലീഷിനൊക്കെ ആണെങ്കിൽ എഴുതാനറിയാം പക്ഷേ ടൈം കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം അല്ലേ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള കാര്യമാണ് ഈ എഴുതി നോക്കുക എന്നുള്ളത്. ടൈമർ ഇട്ട് തന്നെ എഴുതി നോക്കണം, ആ രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ PYQs എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, PYQs എന്ന് പറയുമ്പോൾ കൂടുതൽ അങ്ങോട്ട് ഒന്നും പോകേണ്ട കാര്യമില്ല. 5 വർഷത്തെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ എന്താണ് ഒരു ഈ പബ്ലിക് എക്സാമിൻ്റെ മാത്രം മതി കേട്ടോ. PYQs എടുത്ത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അതൊക്കെ പ്രാക്ടീസ് ചെയ്തും ഒക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ 1 വേർഡ്സ് ഒക്കെ അതിനകത്തുനിന്നും കുറേയൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത് നമ്മുടെ കാൽക്കുലേഷൻസും ഗ്രാമറും. ഇപ്പോൾ കാൽക്കുലേഷൻസ് ആണെങ്കിൽ എക്കണോമിക്സിൽ വരുന്നുണ്ട്, ഗ്രാമർ ഇംഗ്ലീഷിൽ, മാപ്പ് ആണെങ്കിൽ ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലും വരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ വീക്കായിട്ടുള്ളവർ ഇപ്പോഴും അതൊന്ന് പഠിച്ച് ക്ലിയർ ആയിട്ട് പോകാം കേട്ടോ. ഇനി നമ്മൾ ടെൻസ്ഡ് ആവുകയോ ഓവർ തിങ്ക് ചെയ്യുകയോ റിസൾട്ടിനെ പറ്റി ആലോചിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ രണ്ട് കാര്യം മാത്രം മനസ്സിലാക്കുക. എന്താണ്, ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റുക, അത്രയും മാത്രം ചിന്തിക്കുക കേട്ടോ.